ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളതെന്ന് പുറത്തു കൊണ്ടുവരാൻ മരണത്തിന് വലിയൊരു കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ശവസംസ്കാര ചടങ്ങുകൾ വെറുമൊരു ആചാരം മാത്രമാണെന്നാണ്. എന്നാൽ പല വിശ്വാസികളും തങ്ങൾ അറിയാതെ തന്നെ ശവസംസ്കാര ചടങ്ങുകളിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവിടെ വീഴുന്ന എല്ലാ കണ്ണുനീരും വിശുദ്ധമല്ല. അവിടെ നടക്കുന്ന എല്ലാ ആചാരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമല്ല. സഭാപ്രസംഗകൻ 7:2 നമ്മോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും. ഒരു ശവസംസ്കാര ചടങ്ങ് എന്നത് വെറുമൊരു കൂടിച്ചേരലല്ല, അതൊരു വലിയ ആത്മീയ നിമിഷമാണ്. ഒരു ദേവാലയത്തിൽ നിങ്ങൾ എത്രത്തോളം ആത്മീയ വിവേചനം കാണിക്കുമോ അതേ വിവേചനം അവിടെയും വേണം. സങ്കടപ്പെടരുത് എന്നല്ല ദൈവം പറയുന്നത്, മറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ സങ്കടപ്പെടരുത് എന്നാണ്. നിങ്ങൾ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും മരിച്ച വ്യക്തിയോടുള്ള ആദരവിനെയും ബാധിക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും മാറ്റാൻ പോകുന്ന ഈ വീഡിയോ എങ്ങോട്ടും മാറിപ്പോകാതെ മുഴുവനായും കേൾക്കുക. ഈ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് മരണത്തെ ഭയപ്പെടാതെ സ്വർഗത്തിൽ വലിയൊരു പ്രത്യാശ വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, പ്രത്യാശയോടെ ജീവിക്കാനും അവസാന നിമിഷം അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരാനും എനിക്ക് കൃപ നൽകണമേ. നിങ്ങളുടെ ഈ തുറന്ന സമർപ്പണം മരണഭയത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് വലിയൊരു സ്വർഗീയ സമാധാനം നൽകാൻ കാരണമാകട്ടെ. ഒന്നാമതായി നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്: ദൈവത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാത്ത ആളുകളെ പോലെ നിങ്ങൾ ഒരിക്കലും വിലപിക്കാൻ പാടില്ല. 1 തെസലോനിക്ക 4:13 പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു: സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരിച്ച വീട്ടിൽ പോയി കരയരുത് എന്നല്ല ഇതിനർത്ഥം. ലാസർ മരിച്ചപ്പോൾ ഈശോയും കണ്ണീർ പൊഴിച്ചു എന്ന് യോഹന്നാൻ 11:35 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈശോയുടെ സങ്കടം ഒരു നിരാശയായിരുന്നില്ല, കാരണം മരണത്തിന് അപ്പുറം എന്താണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് പല വീടുകളിലും പോയാൽ കാണാം, യാതൊരു നിയന്ത്രണവുമില്ലാതെ സകലതും അവസാനിച്ചു എന്ന മട്ടിൽ നെഞ്ചത്തടിച്ച് കരയുന്നവരെ, ദൈവത്തെ ഉറക്കെ കുറ്റപ്പെടുത്തുന്നവരെ. പ്രിയപ്പെട്ടവരെ, അത് മരിച്ചവരോടുള്ള ആദരവല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തകർച്ചയാണത്. നിങ്ങൾ ആഴത്തിൽ സങ്കടപ്പെട്ടോളൂ, പക്ഷേ ഉയർപ്പിൽ വിശ്വസിക്കാത്ത ഒരാളെ പോലെ നിങ്ങൾ ഒരിക്കലും നിലവിളിക്കരുത്. കാരണം മരണം ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. രണ്ടാമത്തെ കാര്യം ആത്മീയമായി ഏറ്റവും അപകടം നിറഞ്ഞ ഒന്നാണ്. മരിച്ചവരുമായി ബന്ധപ്പെടാനോ വെളിച്ചപ്പാടന്മാരെയോ മന്ത്രവാദികളെയോ സമീപിക്കാനോ പാടില്ല. വളരെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരോട് അവസാനമായി ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. ആ സങ്കടം മുതലെടുത്ത് ചിലർ മരിച്ചവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നവരെ സമീപിക്കും. ഇത് വളരെ വലിയ പാപമാണ്. നിയമാവർത്തനം 18:10-11 വളരെ കർശനമായി പറയുന്നു: മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യാക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഒരാൾ മരിച്ചാൽ അവന്റെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നോ ആയിരിക്കും എന്ന് ലൂക്ക 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. മരിച്ചവർ ആർക്കും മെസ്സേജ് അയക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നില്ല. ഇരുട്ടുമുറിയിൽ മരിച്ചവരുടേത് എന്ന പേരിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതല്ല, അത് നിങ്ങളുടെ സങ്കടം മുതലെടുക്കാൻ വരുന്ന പിശാചിന്റേതാണ്. ആ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കരുത്. സങ്കടമുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തോട് പറയുക. മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്: ശവസംസ്കാര ചടങ്ങുകളെ ഒരു പ്രകടന വേദിയാക്കി മാറ്റരുത്. പല മരണ വീടുകളിലും സങ്കടം ഒരു തരം നാടകമായി മാറുന്നുണ്ട്. ആരാണ് ഏറ്റവും ഉച്ചത്തിൽ കരയുന്നത്? അവർക്കാണ് മരിച്ചയാളോട് ഏറ്റവും സ്നേഹം എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കും. നിശബ്ദമായി കരയുന്നവരെ നോക്കി അവർക്ക് സ്നേഹമില്ല എന്ന് വിധിക്കും. മുൻനിരയിൽ ആര് നിൽക്കണം, ആര് സംസാരിക്കണം എന്നതിനെ ചൊല്ലിയൊക്കെ അവിടെ വലിയ തർക്കങ്ങൾ നടക്കും. ഒരു ശവസംസ്കാര ചടങ്ങ് എന്നത് മനുഷ്യന്റെ ജീവിതം എത്ര ചെറുതാണെന്ന് ഓർക്കാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള സമയമാണ്, അല്ലാതെ ആര് നന്നായി കരയുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള വേദിയല്ല. മരണമടഞ്ഞ വ്യക്തിയെ ആദരിക്കുന്നതിന് പകരം സ്വന്തം പ്രതാപം കാണിക്കാൻ ശവപ്പെട്ടിയെ ഒരു യുദ്ധക്കളമാക്കുന്നവർ ദൈവത്തെയാണ് അപമാനിക്കുന്നത്. സങ്കടം എന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനമാകരുത്. നാലാമത്തെ കാര്യം,
ഏറ്റവും വേദന നിറഞ്ഞതാണ്. വർഷങ്ങളായുള്ള പകയും വിദ്വേഷവും മൃതദേഹത്തോടൊപ്പം കുഴിച്ചു മൂടാതിരിക്കുക. പല കുടുംബങ്ങളിലും 10 20 വർഷമായി മിണ്ടാത്ത സഹോദരങ്ങൾ ഉണ്ടാകും. ഒരു മരണം നടക്കുമ്പോൾ അവർ അവിടെ വരും, എന്നാൽ പരസ്പരം മിണ്ടില്ല. അവർ ചിന്തിക്കുന്നത് ആൾ മരിച്ചല്ലോ, ഇനിയിപ്പോ എന്തിനാ ക്ഷമിക്കുന്നത് എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാൾ മരിക്കുമ്പോൾ നിങ്ങളോടുള്ള തെറ്റുകൾ ഇല്ലാതാകുന്നില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കല്ലുപോലെ ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. മർക്കോസ് 11:25 മുതൽ 26 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ആ വ്യക്തി മരിച്ചില്ലെങ്കിൽ മാത്രം ക്ഷമിക്കുക എന്നല്ല ബൈബിൾ പറയുന്നത്. ക്ഷമിക്കുന്നത് മരിച്ചയാൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. ശവപ്പെട്ടി അടയ്ക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തിലെ വെറുപ്പിന്റെ വാതിലുകൾ നിങ്ങൾ തുറക്കണം. ആ ശവക്കുഴി നിങ്ങളുടെ പകയുടെ സ്മാരകമായി മാറരുത്. 5ാമത്തെ മുന്നറിയിപ്പ് ഇതാണ്: ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു പകരം ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പ്രത്യാശ വെക്കരുത്. പല സംസ്കാരങ്ങളിലും മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. മരിച്ചയാളുടെ കൂടെ ചില സാധനങ്ങൾ പെട്ടിയിൽ വെക്കുക, പ്രത്യേക രീതിയിൽ തിരി കത്തിക്കുക, ആത്മാവ് തിരികെ വരാതിരിക്കാൻ ചില പൂജകൾ ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിശ്വാസികൾ പോലും ചെയ്യാറുണ്ട്. കൊളോസോസ് 2:8 നമ്മോട് പറയുന്നു, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മരിച്ചയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് കാൽവരിയിൽ ഈശോ നേടിയെടുത്ത രക്ഷയിലൂടെ മാത്രമാണ്, അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളിലൂടെയല്ല. കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചോളൂ, എന്നാൽ അത് ബൈബിൾ സത്യങ്ങളെ മാറ്റിമറിക്കുന്നതാകരുത്. 6ാമത്തെ കാര്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്: മരണവീടുകളെ പരദൂഷണം പറയുന്നതിനുള്ള ഇടമാക്കി മാറ്റരുത്. ശവസംസ്കാര ചടങ്ങുകളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ചിലരുടെയെങ്കിലും സംസാരം ഇങ്ങനെയായിരിക്കും: ഇതെങ്ങനെയാ മരിച്ചത്? ഇവർ തമ്മിൽ പ്രശ്നമായിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആ കുടുംബത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എത്ര വലിയ ക്രൂരതയാണിത് പ്രിയപ്പെട്ടവരെ. സുഭാഷിതങ്ങൾ 11:13 പറയുന്നു, ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു, വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. അതുപോലെ യാക്കോബ് 1:26 നമ്മോട് പറയുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടത്തിലൂടെ കടന്നുപോകുന്ന ഒരു കുടുംബത്തിന്റെ വേദനയെ നിങ്ങൾ വിനോദമാക്കി മാറ്റരുത്. മരണവീട് എന്നത് ഒരു പുണ്യ സ്ഥലമാണ്. അവിടെ വെച്ച് പരദൂഷണം പറയുന്ന നാവ് മരിച്ചയാളെയല്ല, മറിച്ച് എല്ലാം കാണുന്ന ദൈവത്തെയാണ് അപമാനിക്കുന്നത്. ഏറ്റവും അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്: നിങ്ങളുടെ സ്വന്തം ആത്മീയ ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ശവസംസ്കാര ചടങ്ങിൽ നിന്നും നിങ്ങൾ മടങ്ങരുത്. നിത്യതയെക്കുറിച്ച്, അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന സ്ഥലമാണ് മരണവീട്. എന്നിട്ടും ഒട്ടുമിക്ക ആളുകളും അവിടെ ചെന്നിട്ട് ട്രാഫിക്കിനെ കുറിച്ചും ഉച്ചഭക്ഷണത്തെക്കുറിച്ചും സംസാരിച്ച് വന്നതുപോലെ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ തിരിച്ചു പോകുന്നു. എന്നാൽ സങ്കീർത്തനങ്ങൾ 90:12 നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഓരോ ശവസംസ്കാര ചടങ്ങും ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ കണ്ണാടിയാണ്. ആ ശവപ്പെട്ടിയിൽ കിടക്കുന്നത് നിങ്ങളായിരുന്നെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള ഒരു അവസരമാണത്. ഒരു മരണ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് നിങ്ങൾ മടങ്ങുന്നതെങ്കിൽ ദൈവം തന്ന ഏറ്റവും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ പാഴാക്കി കളഞ്ഞത്. ആ നിമിഷങ്ങൾ നിങ്ങളെ കാൽവരി കുരിശിലേക്ക് കൂടുതൽ അടുപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ശവസംസ്കാര ചടങ്ങുകൾ വെറുമൊരു സാമൂഹിക കടമയല്ല. പ്രത്യാശയില്ലാതെ കരയാതിരിക്കുക, അന്ധവിശ്വാസങ്ങളെയും പരദൂഷണങ്ങളെയും ഒഴിവാക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, സ്വന്തം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ദുഃഖം വിശുദ്ധീകരിക്കപ്പെടുകയും നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ് എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ആശ്വസിപ്പിക്കണമേ. സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും പകയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഒരു ദിവസം അവിടുത്തെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണെന്ന ബോധ്യത്തോടെ എപ്പോഴും വിശുദ്ധിയിലും പ്രത്യാശയിലും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.
ഈ വലിയ സത്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം നൽകിയെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലുമുള്ള സകലർക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക. മരണത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും മാറട്ടെ. താഴെ കമന്റ് ബോക്സിൽ കർത്താവെ, പ്രത്യാശയോടെ ജീവിക്കാനും അവസാന നിമിഷം അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരാനും എനിക്ക് കൃപ നൽകണമേ എന്ന് നിങ്ങളുടെ സമർപ്പണം രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ആത്മീയ സത്യങ്ങൾ തുടർന്നും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വലിയ പ്രത്യാശയിൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.